ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്നലെ ഞങ്ങൾ ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡയറി മിൽക്ക് ഉരുക്കി ഒരു സംഭവം ഉണ്ടാക്കില്ലേ, എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കോക്കോമെല്ലൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ട പോലെ എനിക്കൊരു ഓർമ്മ അതെന്നാ തോന്നുന്നുണ്ട് കേട്ടോ. ഇവൻ പറയണു അങ്ങനെയല്ല, വേറെ ഏതോ വീഡിയോ എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ കവറാണ് കേട്ടോ എടുത്ത് മാറ്റി വെച്ചത്. പിന്നെ നീരവ് കുളിക്കുകയാണ് കേട്ടോ. അവനെ ഞാൻ വേഗം ബാത്റൂമിൽ കൊണ്ട് നിർത്തി. ഇപ്പോൾ അവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിർബന്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ തിരക്കിൽ വിടുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ നടക്കണ്ടേ, അതിന് അവനും ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. ഇപ്പം ചെറിയ രീതിക്ക് ഒറ്റയ്ക്ക് കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, അതേപോലെ ക്ലീൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യും. അമ്മയും പറയാറുണ്ട് ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തോ, അതാ നല്ലത് എന്ന്. ആദ്യമൊക്കെ പറയുമ്പോൾ അവന് ചെറിയൊരു അളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റയ്ക്ക് ചെയ്യും. ബ്രഷ് ചെയ്യും, കുളിക്കും, എല്ലാ കാര്യങ്ങളും അവൻ്റേതായ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പറയുമ്പോൾ 5 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവി കയറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതും ചൂടാക്കി എടുത്തു. സാധാരണ നീരവന് എൻ്റെ ചിക്കൻ കറി ഒന്നും ഇഷ്ടമാവാറില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം എരിവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇപ്പോൾ വലുതാവും തോറും ചിക്കൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അത് വേണ്ട ഇത് വേണ്ട ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു സബോള അരിയണത് ചിക്കൻ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറേ സവാളയൊക്കെ ഇട്ട് വെച്ചാലാണ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടം, സനേഷനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അതിന് നമ്മുടെ ചൂടാക്കിയ ചിക്കൻ ആ ബൗളിലേക്ക് ഇട്ടു. പിന്നെയാണ് കേട്ടോ സവാള വിതരണത്. അങ്ങനെ സവാള ഗിരിഗിരി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ, ഇന്നലെ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലത്തെ കുറച്ച് പാലെടുത്തിട്ട് ചായ വെച്ചു. അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ടെന്ന്. പാൽ ചായയാണേ. പിന്നെ ആവി കയറ്റിയ ബ്രെഡ് എടുത്തു കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. അച്ഛൻ ഇങ്ങനെ കഴിച്ചു നോക്കുക, അവിടെയാണ് ഈ ബീഫാണ് മേടിച്ചേക്കണേ കോലഴിയിലേ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ബ്രെഡ് മേടിക്കുമ്പോൾ ആവി കയറ്റിയിട്ടൊന്ന് കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അച്ഛൻ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്. ഞാൻ വീഡിയോ ഒന്നാണ് കേട്ടോ, ഓരോ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അങ്ങനെയും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചു നോക്ക്, സൂപ്പറാണ്. മറ്റേത് കുറച്ചും കൂടെ എന്തോ ഒരു കട്ടി വരില്ലേ, ഇത് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കഴിക്കാമെന്ന്. മാലതി ചേച്ചി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കിപ്പോൾ വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ. വയസ്സൊക്കെ ആയില്ലേ, അതിൻ്റെയാണ് ചില ഭക്ഷണങ്ങളൊക്കെ പറ്റാണ്ട് പനിയും തലകറക്കും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വരുന്നുണ്ട്. കാര്യം മാലതി ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ നല്ല എനക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കും പിന്നിൽ നല്ലോണം കത്തിയടിക്കാൻ പറ്റും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാണ്ടാകുമ്പോൾ ഒരു വിഷമം. പിന്നെ ചൂട് കൂടുതലല്ലേ, ഇപ്പോൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരാറ്. അപ്പോൾ ഞാൻ പറയും അതാ കാണാൻ ഭംഗി, അത് കൊടുത്താൽ മതി, ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതേ കുട്ടി എനിക്ക് ഈ ചൂട്ടത്ത് മറ്റേ സാരി ഒന്നും എടുക്കുമ്പോൾ പറ്റണില്ല എന്ന് പറയായിരുന്നു കേട്ടോ. ശരി തന്നെയാണ്, നമുക്കുള്ള ഡ്രസ്സ് തന്നെ ഇടുമ്പോൾ പറ്റണില്ല, പിന്നെ സാരിയും കൂടി വലിച്ച് എന്നും കയറ്റി ഈശ്വര ആലോചിക്കാൻ കൂടി വയ്യാലേ. നീരവ് കുളിക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഉണക്കിയെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ അഴക്കയിൽ വിരിക്കണത്. ഇനി പിഴിഞ്ഞ് എടുത്ത് കൊണ്ടുവരണേന്ന് മടിച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളമൊക്കെ അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ സുഖമായിട്ട് ഇനി ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ല ഭംഗിയിൽ തുണികളിങ്ങനെ കെടുക്കും ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെ കെടുക്കണ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ ഞാൻ വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഈ പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കണത്. ഞങ്ങൾക്ക് ചൂടുവെള്ളമൊന്നും പറ്റില്ല. തണുപ്പിലല്ല, ചൂടിൽ എന്തെങ്കിലും ഒരു തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുടിക്കാനും ധൈര്യമില്ല, തൊണ്ടവേദന വന്നാലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം കോരി കൊണ്ടുവന്നിട്ട് അങ്ങനെ എടുത്ത് കുടിക്കുക ചെയ്യാം കേട്ടോ. ഇപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കുമ്പോൾ. പിന്നെ ഞാൻ പല ദിവസങ്ങളിൽ പല സമയത്തായിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ പറഞ്ഞാൽ നേരം ശരിയാവണില്ല.
ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണ സമയം ഇവിടെ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഓരോ തിരക്കൊക്കെ വരുമ്പോൾ തോന്നിയ സമയത്തൊക്കെ ഇട്ട് പോണതാട്ടോ. എന്തായാലും എന്നെ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സന്തോഷം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇന്നലെ മാറ്റി വെച്ച പണി, ഇന്നലെ അല്ല 2 ദിവസമായിട്ടോ, ബാക്കി വെച്ച ഒരു പണി ഉണ്ടായിരുന്നു ഈ പുല്ല് ചെത്തല്. കുറച്ച് ഭാഗം ചെത്തിയിട്ടുള്ളൂ, ഇനിയും കുറേ ഭാഗം ഉണ്ട് കേട്ടോ കളയാൻ വേണ്ടിയിട്ട്. പുല്ല് കാലുമ്മ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടി, ഈശ്വര ഇനി എന്തെങ്കിലും നമ്മൾ നടക്കുമ്പോൾ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞ് കാണണ്ടേ. അതുകൊണ്ട് എനിക്ക് സമാധാനമില്ല, തിരക്കുകൾ കാരണം ഞാൻ അങ്ങനെ ഇട്ടേക്കാറുന്നേ. പിന്നെ എന്തായാലും ഞാൻ ഞായറാഴ്ച അല്ല അങ്ങോട്ട് കരുതി കൂട്ടി അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ സംസാരിക്കാൻ മാലതി ചേച്ചിയും പിന്നെ അപ്പുറത്തെ മീനിയാൻ്റെയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നീരവ് എൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നത്, അവനാണ് ഈ വീഡിയോ എടുത്ത് തരണത് കേട്ടോ. അതാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ട്രൈപോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്ത് നടക്കുക വെക്കുക എന്നൊക്കെ പറയുമ്പോൾ മടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 5 വയസ്സുകാരൻ്റെ വീഡിയോ എടുക്കൽ നിങ്ങൾ കണക്കാക്കിയാൽ മതി കേട്ടോ. അവൻ ഇങ്ങനെയൊക്കെയാണ് എടുത്തു തരിക, എന്നാലും കുട്ടീനെ കുറ്റം പറയരുതല്ലോ. അവൻ ഇങ്ങനെ ചില സമയത്ത് വർത്താനം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ പോവും, അല്ലെങ്കിൽ ഓക്കെയാണ് കേട്ടോ ആള്. അങ്ങനെ അവിടുത്തെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ ഇറങ്ങണ അവിടെയില്ലേ ഈ തിണ്ടിൻ്റെ അവിടെ അരുത്ത് കുറച്ച് പുല്ലൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ പറിച്ച് കളയാം കേട്ടോ. അത് കൈകൊണ്ട് കളയണം. നീരവനെ കുറച്ച് നേരെ ഇരുത്തിയിട്ട് ഞാൻ പറിച്ച് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പിന്നെ അവന് വയ്യ പറഞ്ഞിട്ട് എണീറ്റ് പോവാട്ടോ ചെയ്തത്. മാലതീച്ചി അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മാലതീച്ചി നീരവും ഭയങ്കരമായിട്ട് വഴക്കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വഴക്ക് മീൻസ് മാലതീച്ചി മുറ്റടിക്കാൻ പോകുമ്പോൾ ഇവ എടുത്തേക്ക് പോകും, എന്നിട്ട് അവിടെ വൃത്തിയിടുന്നുണ്ട്, അവിടെ അടിക്കുക ഇവിടെ അടിക്കുക അവിടെ വൃത്തിയാക്കുക എന്നൊക്കെ പറയും പുറകെ നടന്ന്. അപ്പോൾ മാലതീച്ചി പറയും ചെയ്യില്ലാന്ന്. അപ്പോൾ തല്ലൂടിയിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. ആകെ തെറ്റിയിട്ടൊക്കെ അവിടെ നിൽക്കണം. പിന്നെ മീനാൻ്റെ അവിടെ പുതിയ പൂവ് ചെടി മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിലത്തെ പൂവ് പൊട്ടിക്കും മാലതീച്ചി എന്ന് പറയുകയാണേ. അപ്പോൾ മാലതീച്ചിയുടെ കാര്യം മീനാൻ്റെയോട് പറയട്ടെ, മമ്മി എന്നാ പറയുക, മമ്മീനോട് പറയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പണി നടക്കണമല്ലോ, അതുകൊണ്ട് വേഗം ഇവിടേക്ക് കടന്നു. പിന്നെ അവ ഓടി വന്നിട്ട് എനിക്ക് ക്യാമറ വീണ്ടും പിടിച്ചു തന്നു കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ആൾ പിടിച്ച് തരുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യം. എന്നെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്ന് ഓരോന്ന് പറയണത്. അവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ടല്ലോ, അതെന്താ പറിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ കാർ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ചൂടല്ലേ, വിയർത്താകെ അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, മൂക്കുമ്മയ്ക്കും കണ്ണിൻ്റെ ഉള്ളിക്കും ഏത് വഴിക്ക് വരണേന്ന് അറിയണില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വെള്ളം കുടിച്ചു കേട്ടോ. ഈ ഒരു കുപ്പി വെള്ളം ഒരൊറ്റ ഇതിന് തന്നെ ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നീരവ് ഒരു ചെടി നട്ടിട്ടുണ്ട്, ദാ കുഞ്ഞു ചട്ടിയിൽ ഇരിക്കണ കാണാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ചെടി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറിച്ച് കളയണ എന്തോ ഒരു ചെടിയാണ്. അത് അവ എടുത്തു കൊണ്ടുവന്ന് മണ്ണൊക്കെ നിറച്ചിട്ട് അവിടെ നട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു സൈഡിൽ എൻ്റെ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, ഭംഗിച്ചെടി, ഒരു റെഡ് ലീഫൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചേക്ക്, കാരണം മിനിയാൻ്റെയൊക്കെ പറഞ്ഞു അവിടെ ഒന്നും വെക്കണ്ട, ഇനിയിപ്പോൾ ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ചുരുണ്ട് കൂടി കിടുന്ന കാണില്ല, കുട്ടിയൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട് അത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റിയതാണ്. അപ്പം ഉണ്ട് അവൻ്റെ പുതിയ ചെടികൾ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ കുറേ ദിവസമായി ഓരോ പുല്ലും ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് എന്നോട് പറയും അതൊന്ന് നട്ട് തരുമോ, മണ്ണ് നിറച്ച് തരുമോ ചട്ടിയിൽ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് നിവൃത്തിയിലുണ്ടായപ്പോൾ ഞാൻ ആ ചെത്തണ കൂട്ടത്തിൽ കുറച്ച് മണ്ണെടുത്തിട്ട് അവൻ്റെ ചട്ടിയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ, എന്തിനാ ഇത്ര അധികം മണ്ണ് കല്ലൊക്കെ കയ്യിലിറങ്ങുന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉള്ളത് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറേ പുല്ലൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ചട്ടിയിൽ, അതൊക്കെ ഞാൻ പറക്കി കളഞ്ഞു, കല്ലൊക്കെ മണ്ണ് മാത്രമാക്കി കൊടുത്തു. എന്നിട്ട് വേഗം അവൻ ചെടി നട്ടിട്ട് അവിടെ അഴുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. എന്നോട് മറ്റേ വൈപ്പർ ഇല്ലേ ആ സംഭവം എടുത്തുകൊണ്ടിരാൻ പറയുന്നുണ്ട്, അതാണ് ഈ ബാത്റൂമിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മടിയായിട്ട് വയ്യ, അപ്പോൾ എനിക്ക് തുയരം തരുന്നില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കും ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിൽ വേഗം ഇവിടെ ഒന്ന് പണി തീർത്തിട്ട് ഉള്ളിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കണത്. ചൂടും പിന്നെന്താ വിയർപ്പും ആകെ ഒരു സുഖമില്ല. രാവിലെ കുളിക്കാൻ നന്നായി തോന്നി. ചില ദിവസം ഞാൻ ഇങ്ങനത്തെ പണിയോട് കുളിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ 2-3 പ്രാവശ്യം ഒരു ദിവസം കുളിക്കണം എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഡ്രസ്സ് മാറിയിട്ട് പിന്നെ അതൊക്കെ കഴുകണ്ടേ. കാര്യം വാഷിംഗ് മെഷീനിലിടണമെന്നുണ്ടെങ്കിലും 2-3 പ്രാവശ്യത്തെ ഡ്രസ്സ് കൂടുമല്ലോ വാഷിംഗ് മെഷീനിൽ, അതൊരു മടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടാറില്ല കേട്ടോ. ഇടാറില്ല എന്നല്ലേ, കുളിക്കാറില്ല, 3 നേരം ഒന്നും കുളിക്കാറില്ല കേട്ടോ. പിന്നെ അതാണ് കേട്ടോ ചെടി അവൻ നട്ട് വെച്ചേക്കണത്. പിന്നെ കുട്ടി ആകെ ക്ലീനിങ് തുടങ്ങി. പിന്നെ അവ ആ വെള്ളം ചവിട്ടി വീഴുമെന്ന് പറഞ്ഞിട്ട് വൈപ്പർ എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരുവിധം പുല്ല് ചെത്തൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇങ്ങനെ ഇടുകയാണ്. അവിടെ ഒരു കൂമ്പാരമായിട്ടുണ്ട് കേട്ടോ പുല്ല് നടന്നിട്ട്. എന്താ ചെയ്യുക, ഇത് ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. എനിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരത്തേക്ക് കൊണ്ട് കളയാൻ മടിച്ചിട്ട് ഞാനിങ്ങനെ ഇടുകയാണ് കേട്ടോ.
പിന്നെ ഇതൊരുവിധം തീർന്നു. ഇനി കുറച്ച് അരുത്തുകളിലേ ഉള്ളൂ. ഇവരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കൈക്കോട്ട് തരാനൊക്കെ പറയുന്നുണ്ട്. കൈക്കോട്ട് തരും, എനിക്കും കൂടെ വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ചെറുതില്ല. എന്നിട്ട് അവൻ ഒരു സംഭവം എടുപ്പിച്ചു വിട്ടു എന്നെ കൊണ്ട്. അതാണെങ്കിൽ തുരുമ്പൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് വലുത്, അവനെ പൊന്തൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യുക, തൊരം തരണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തു കൊടുത്തതാ. അവസാനം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിക്ക് പുല്ലൊക്കെ കാണാണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എന്നെ കൊണ്ട് വയ്യാണ്ടായി. ഞാൻ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് പറ്റണമൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് ഞാൻ പിന്നെ കയറാനുള്ള പരിപാടിയായിട്ടാണ് നോക്കണത്. ഇവൻ്റെ ചെത്തൽ കഴിഞ്ഞു. അവൻ അതൊക്കെ കഴുകിയിട്ട് അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഉണങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് കേട്ടോ. എൻ്റെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ പണിയോള്. ഞാൻ പിന്നെ നടന്ന വീഡിയോ ഒന്നും എടുത്തില്ല, പറ്റണ പോലെ എടുത്തു. പണിയും എല്ലാം കൂടി നടക്കണ്ടേ. ഇത് തേങ്ങിയിട്ടിട്ടുണ്ട്, അതിൻ്റെ പട്ടയാണ് കേട്ടോ കിടക്കണം. ബാക്കിയുള്ള സ്ഥലമൊക്കെ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തു കേട്ടോ. ഇപ്പോഴും ഉണ്ടല്ല ചെറിയ രീതിക്ക് പച്ചപ്പ്. എനിക്കെന്തോ തൃപ്തി തരണില്ല എന്ത് ചെയ്തിട്ടും, കാരണം മൊത്തത്തിൽ പോണില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നടക്കാനും മൊത്തത്തിൽ ഒരു നോട്ടം കിട്ടുന്ന സ്ഥലമായിട്ടുണ്ട്. ഇപ്പം തൽക്കാലം അത് മതിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ കൈ കൊണ്ട് കിട്ടുന്ന പുല്ലുകൾ വേണം ഞാൻ പറിച്ചേർന്നു കേട്ടോ. കുനിയാനൊന്നും വയ്യാന്നേ, കുറേ അങ്ങോട്ട് പുല്ലൊക്കെ ചെത്തിപ്പോഴേ പരിപ്പിളകിയെന്ന് പറഞ്ഞാൽ പോരെ. മീനിയാൻറ്റിയുടെ മോസാണ്ടയുടെ പൂവുണ്ടല്ലോ, അത് മാലതി ചേച്ചി പറിക്കുമെന്ന് പറയുകയാണേ നീരവനോട്. അവനിങ്ങനെ പിരികേറ്റുക. അപ്പോൾ അത് മമ്മീനോട് പറയുന്നു പറഞ്ഞ് നടക്കുക. പിന്നെ മാലതി ചേച്ചി മിനിയാൻ്റെ അവിടേക്ക് പോയിട്ട് കുറച്ച് ചകിരി മാങ്ങാം മിനിയാൻ്റെ അവിടെ ഉണ്ടിട്ടത് അത് എടുത്തുകൊണ്ട് വന്നു. എനിക്ക് 2 തന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കഴിയാണ്ട് ഇങ്ങനെ കഴിക്കുക, വയർത്ത് ആകെ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനതൊരു സൈഡിലേക്ക് വെച്ചിട്ട് വീണ്ടും എൻ്റെ പണി തുടർന്നു കേട്ടോ. കുറച്ചും കൂടെ മുറ്റടിക്കാണ്ടായിരുന്നു. പിന്നെ എന്താക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഉള്ളതൊക്കെ അങ്ങോട്ട് അടിച്ചു കോരി കളയാണ് കേട്ടോ. ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ വയ്യാണ്ടായിട്ടോ. പിന്നെ ഇവിടെയും കൂടി ഇനിയിപ്പോൾ ചോറ് വയ്ക്കുന്ന ചോറൊന്നും വെച്ചിട്ടില്ല. ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് കേട്ടോ. വേഗം തീർന്നു, വിചാരിച്ച പോലെ തന്നെ വേഗം തീരുകയൊക്കെ ചെയ്തു കേട്ടോ. പണി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ കുറേ മാവിൻ്റെ ഇലയൊക്കെ ഉണങ്ങിയതൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ കത്തിക്കണോർത്ത് കൊണ്ടിട്ടു. പിന്നെ വരുമ്പോൾ നീരവെന്തൊക്കെ കായ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പണ്ട് കബഡിയൊക്കെ കളിക്കുമ്പോൾ കരുക്കളായിട്ട് എടുത്തിരുന്നില്ലേക്ക് അത് ഓർമ്മ വന്നു കേട്ടോ. അതെടുത്തിട്ട് അവൻ ഇങ്ങനെ എൻ്റെ തോലൊക്കെ കളഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. ഞാനാണെങ്കിൽ വിയർത്തൊരു വിധായിക്കണം. കണ്ണിൻ്റെ ഉള്ളിക്കും മൂക്കിൻ്റെ ഉള്ളിക്കും വായുടെ ഉള്ളിക്കും ഒക്കെ ഇങ്ങനെ വിയർപ്പ് തുള്ളി പോവുക. എനിക്കാണെങ്കിൽ അടപ്പായിട്ട് അതൊക്കെ കളഞ്ഞിട്ടെങ്കിൽ കുളിക്കാൻ പോകണമെന്ന് പറയായിരുന്നു കേട്ടോ. വേഗം കൈക്കോട്ടൊക്കെ കഴുകി വെച്ചു. വെയിൽ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിക്ക് വെയിലാവുന്നുണ്ട്. ഒരു 12 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കണ്ണിങ്ങനെ കളിച്ചു. വേഗം ആ വെയിലുള്ള ഭാഗത്തേക്ക് കളഞ്ഞിട്ട് വെയിലാവുമ്പോഴേക്ക് പിന്നെ ഈ തണലത്തേക്ക് വന്നു. ഇവിടെ വലിയ കുഴപ്പമില്ല, നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം എന്നെ മാങ്ങ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. മാലതീച്ച് ആദ്യം കഴിച്ചിട്ട് പണിക്ക് പോയിട്ടോ, പണിയെടുക്കാൻ പോയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പോൾ രഞ്ജനേച്ചി അവിടെ ഉള്ളത്. രഞ്ജനേച്ചിക്ക് വേണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ. ഞാനും രഞ്ജനേച്ചിക്കാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കാറ്. പക്ഷേ ചേച്ചിക്ക് എന്താ വയ്യായിക, അപ്പോൾ വേണ്ട ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് കൂടിയാലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കഴിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടിറക്കേൻ്റെ കേട്ടേ കുറച്ച് തേങ്ങകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ രഞ്ജനേച്ചി എന്നെ തന്നതാ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ചിരകിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കാമെന്ന്. ഇനി കുറേ ദിവസത്തേക്ക് എനിക്ക് തേങ്ങ ചിരകണ്ടല്ലോ. എനിക്കാണെങ്കിൽ അവിടുത്തെ ചിരമുട്ടിയിൽ ഇരുന്നിട്ട് ചിരവാൻ വയ്യ, നടുക്ക് ഒരു വേദന എടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ രഞ്ജനേച്ചിയുടെ ചിരവേനെ എടുത്തിട്ട് പോയിരുന്നു ചിരകാണ്. മാലതേച്ചിക്കും അവിടെ കറി വയ്ക്കാൻ വേണ്ടി ചിരകണമായിരുന്നു കേട്ടോ. ഇടയിൽ ഞാൻ കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ അങ്ങനെ വേർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 കൂടി ചിരകാണ്ട് കേട്ടോ. പക്ഷെ മാലതേച്ചിയുടെ കഴിഞ്ഞിട്ട് വേണം ഇനി ഒന്നും കൂടെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. തേങ്ങ ഇത്ര ആയിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ എനിക്ക് അധികം തേങ്ങയുടെ ആവശ്യമില്ല, എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടേ ഇരിക്കണത് നല്ലത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചിരകി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണല്ലോ. കുറച്ച് നേരത്തെ കഷ്ടപ്പാടാണെങ്കിലും അങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ഗുണമുണ്ടേ. അങ്ങനെ പിന്നെ എന്നോട് മാലതേച്ചി പറഞ്ഞൊരു കഷ്ണം കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്, അത് കഴിച്ച് നോക്ക്, നല്ല മധുരം ഉണ്ടെന്ന്. മാലതേച്ചിയാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. പക്ഷേ വയ്യ, പേടി, എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ വയറിന് പിടിക്കില്ലെന്ന് പേടിച്ചിട്ട് എന്നോട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതിന് ഞാൻ കഴിച്ചു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പരിപ്പ് കുത്തി കാച്ചൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. അത് വേവിക്കുക, അങ്ങനെ കുത്തിക്കാച്ചെടുക്കുക, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി തരാം കേട്ടോ. കൂടുതൽ ഇടിച്ചമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് എടുക്കും, എന്നിട്ട് കുറച്ച് മാറ്റി വയ്ക്കും. അങ്ങനെ
പിന്നെ ഞാൻ അതിലേക്ക് പരിപ്പെടുത്ത് ഒഴിച്ചു. ബാക്കി നമ്മുടെ ചമ്മന്തിയിലേക്ക് ഉള്ള അതിലേക്ക് ഞാൻ കുറച്ച് പുളി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പുളിയും കുറച്ച് ഇതുണ്ടല്ലോ വെളിച്ചെണ്ണ, അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മാലതി ചേച്ചിക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആൾക്കും വയറിന് വൈകിയ എന്തൊക്കെയോ പറഞ്ഞു കൊടുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഈ ചൊടിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. നമ്മൾ എരിവിനെ ചൊടിയെന്നാട്ടോ പറയാം, അങ്ങനെ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ മാലതീച്ചിക്കും കുറച്ച് കൊടുക്കാമെന്ന് ചേച്ചി ഇങ്ങനെ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോളോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് ഇടിച്ചമുളക്, കുറച്ചല്ല കൂടുതൽ കേട്ടോ. അതും പിന്നെ പുളി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വിരലൊക്കെ നക്കിയിട്ട് കുറച്ച് ചമ്മന്തി മാലതീച്ചിക്കും കൊടുത്തു. എനിക്ക് കുറച്ച് കൊള്ളിയുടെ ഇത് തന്നിട്ടുണ്ടായിരുന്നു, കൊള്ളിപ്പേരിയ അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, നല്ല സമാധാനമായി. കുറച്ച് നേരം എനിക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.